ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഇൻ അവർ ലൈഫ്. നമ്മളെ ലൈഫ് എങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കാം എന്നാട്ടോ. ഞാൻ മെയിൻ തിങ്സ് മാത്രമേ ഉള്ളൂ പറയുന്നത്. അത് പോയിന്റ് വൈസ് ആയിട്ടാട്ടോ പറയുന്നത്. ഈ വീഡിയോക്ക് വെളിയിലുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാം എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉണ്ടാകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ റീസെറ്റ് ചെയ്യുക. എങ്കിലും നമ്മുടെ ലൈഫിനെ നമ്മൾ റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു ലൈഫിന്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോർണിംഗ് ടു നൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് മിക്കവാറും ആൾക്കാർ, മിക്കവരിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ടു ഇപ്പൊ തിരികെയാണ്, റിവേഴ്സിബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നല്ലേ. നമ്മൾ മോർണിംഗിലായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് തന്നെ. അങ്ങനെ കുറെ കാര്യങ്ങളോടാണ് ഇപ്പൊ നമ്മളെല്ലാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യമെല്ലാം നമ്മള് മൊത്തത്തിൽ ഒരു കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. അപ്പൊ പോയിന്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റീസെറ്റ് ചെയ്യും, അത് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് റീസെറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്ക് എത്രത്തോളം ലൈഫിൽ നമുക്കത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ലൈഫിന് എത്രത്തോളം അത് എന്താ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം മാറ്റിയെടുത്തത് കൊണ്ട് നമുക്ക് എത്രത്തോളം മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്ന്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമ്മളങ്ങ് നമ്മളെ ലൈഫിനെ തന്നെ അങ്ങ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മന്ത്ലി മാറ്റിയെടുക്കും. നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു മന്ത്ലി, ഇപ്പോ ആ ഒരു ജാനുവരി തുടങ്ങുകയാണെങ്കിൽ നമ്മളൊരു ഡിസംബറിലെ എൻഡിലെ ലാസ്റ്റ് ഡേ നമ്മൾ ഒരു ഫ്രഷ് ആയി നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ എഴുതും, ഈ മന്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പ്ലാനിലുള്ളത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യും. ഈ മന്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ മന്ത് ലാസ്റ്റ് നമ്മളൊന്നും ഇതിൽ ഏതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഏതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മന്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് നമുക്ക് ചെയ്താൽ നമ്മുടെ ലൈഫിന് നല്ലതാണെന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നെക്സ്റ്റ് മന്തിലോട്ട് മാക്സിമം നമ്മൾ നെക്സ്റ്റ് മന്തിലോട്ട് മാറ്റി വെക്കാം, ഇതിരിക്കാൻ ശ്രമിക്കുക. അത് ആ മന്തിൽ തന്നെ എടുക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വരുന്ന മന്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ നെക്സ്റ്റ് മന്തിൽ നമുക്ക് ഈ ഒരു ജനുവരി ലാസ്റ്റ് ഡേയിൽ നമ്മൾ അടുത്ത ലാസ്റ്റ് നമ്മളത് ഫെബ്രുവരിയിലോട്ടുള്ള ഇത് നമ്മൾ ജനുവരി ലാസ്റ്റ് ഡേ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ നോക്കുക നമുക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളോടുള്ള ഒരു കോൺഫിഡൻസ് വീണ്ടും കൂടുകയാണ്. അപ്പൊ നമ്മളറിയും നമുക്ക് പോയി മന്ത് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, ഇനി അടുത്ത മന്തും നമ്മൾ കോൺഫിഡൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത മന്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത മന്തും ഇതിനെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ അപ്പൊ നമ്മൾ ഒരു ലൈഫിനൊരു, ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഈ മന്ത്ലി മാത്രമല്ല നമ്മൾ ചെയ്യില്ലേ, ഈ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങൾ മന്ത്ലിന്നും നമ്മളൊരു ഡിവിഷൻ കൊടുക്കുക. ആ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കിലി ആക്കുക. ഇപ്പൊ വീക്കിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഡേയ്സ് ഉണ്ടല്ലേ. ഈ 7 ഡേയ്സിൽ 5 ഡേയ്സ് നമ്മളെ കോമൺ ഡേയ്സ് ആണല്ലേ. അത് പിന്നെ ബാക്കി 2 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്കെൻഡ് ആണ്. ഈ വീക്കെൻഡിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 ഡേയ്സ് നമ്മളെ കാര്യങ്ങൾ, നമ്മളെ പ്ലാൻ പ്രകാരം നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നങ്ങ് പോകണം. അപ്പം ഇനിയിപ്പം നമുക്ക് എന്തെല്ലാം ഒരു പ്ലാനിങ് നമുക്ക് എപ്പോഴും വേണം. ഈ വീക്കിലി നമ്മൾ പ്ലാൻ ചെയ്ത് 5 ഡേയ്സും നമ്മൾ അസസ് ചെയ്യുക, ഇതെല്ലാം നടന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, നമ്മൾ ചെയ്ത് തീർക്കുക. ആ വീക്കിൽ നമ്മൾ അങ്ങ് ചെയ്ത് തീർക്കുക. എന്നിട്ട് നമ്മൾ ഈ 2 ഡേയ്സ്, ഈ വീക്കെൻഡിൽ ഈ 2 ഡേയ്സ് നമ്മൾ ഒന്ന് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഫ്രീ ടൈം കൂടാണല്ലോ. അപ്പൊ നമ്മൾ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഈ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും, കാരണം വീട്ടമ്മമാർക്ക് എന്നും വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ നമ്മൾ വീട്ടിലെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ അവരും കൂടി നമ്മൾ ചില വീട്ടിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് അവർ ബാക്കി ജോലികൾക്ക് ഉണ്ടാവും. ചിലപ്പം വീട്ടമ്മമാർക്ക് പണി കൂടുതലായിരിക്കും വീട്ടിൽ ഒത്തിരി പേരുള്ളവർക്ക്. പക്ഷെ ഒരു എല്ലാം ഒരു കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവാ.
അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീണ്ടും ഇതിന്ന് അഗെയിൻ വീണ്ടും ഒരു വേഷം ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ വീക്കിലി എന്നുള്ളതിന് നമ്മൾ ഡേയ്സിലോട്ട് ആക്കുക. അപ്പൊ ഈ ഡേയ്സിൽ നമ്മൾ മോർണിംഗ് നമ്മള് നൈറ്റ് കിടക്കുന്നതിന്റെ മുന്നേ നാളെ എനിക്ക് ഇത്രയും പ്ലാനിങ് ആണ്. അങ്ങനെ നമ്മൾ പ്ലാനിങ് പ്രകാരം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല, കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉം, ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നാളെ രാവിലെ സ്കൂളുണ്ട്. അതായത് മൺഡേ ആണ് പിറ്റേ ദിവസം, അല്ലെങ്കിൽ സൺഡേ നമ്മളിങ്ങനെ ടൈം ടേബിൾ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ യൂണിഫോം അയൺ ചെയ്തെല്ലാം വെക്കാം. പിന്നെ നാളെ എത്ര മണിക്ക് സ്കൂളിൽ പോവാൻ റെഡിയാവണം, എണീക്കണം, എത്രത്തോളം ഇന്ന് ചിലവര് പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളൊക്കെയാണ് എയർ വാഷിംഗ് ഡേ ഉണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെങ്കിൽ അത് കുറെ ടൈം എടുക്കും. അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിൽ എത്രത്തോളം സമയം എടുക്കുന്നു, എത്രത്തോളം കാര്യങ്ങളാണെന്നൊക്കെ അവർ മുന്നേ തലേ ദിവസം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇന്ന് എന്റെ എയർ വാഷ് ചെയ്യണോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ ഇന്ന് യൂണിഫോം ഇടണോ, അല്ലെങ്കിൽ ഇന്ന് എത്രക്ക് പോകണം. പിന്നെ മൺഡേക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ മൺഡേക്ക് കൊടുക്കരുത്. അത് നമ്മൾ തലേ ദിവസം പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ സ്കൂൾ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല, വേറെ ബുദ്ധിമുട്ടില്ല, അലസതയില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ മൈൻഡും ബൂസ്റ്റ് ചെയ്യും, ബോഡി ബൂസ്റ്റ് ചെയ്യും. നമ്മള് പ്ലാൻ ഇതിപ്പോ ഈ പ്ലാൻ ഒന്നും ഇല്ലാണ്ട് അങ്ങ് പോകുന്ന ഒരു വിദ്യാർത്ഥിനിയാണെന്നുണ്ടെങ്കിൽ, ഹോംവർക്ക് ചെയ്തിട്ടില്ല, അത് പെൻഡിങ്ങിൽ, മൺഡേ ആയി, ഇന്ന് എന്തായാലും ഹോംവർക്കാണ്. പിന്നെ ഇന്ന് സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കോളേജിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊരു തലവേദനയായി, മടിയായി പോവാന്, സ്ട്രെസ്സായി, അതുകൊണ്ട് അങ്ങനെ എണീക്കാൻ താല്പര്യമില്ല, കുടിക്കാൻ താല്പര്യമില്ല. വീട്ടിന്ന് അപ്പൊ കോളേജിൽ പോകണില്ല, സ്കൂളിൽ പോകാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഫോഴ്സ് ചെയ്യുന്നേ, അതൊരു നമുക്കൊരു ബേർഡൻ ആയിട്ട് തോന്നും. അങ്ങനെ കുറെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാല്, തലേ ദിവസം ചെയ്യാം. ഇനിയിപ്പോ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ അമ്മമാർക്ക് ഉണ്ടാവും, ഏഹ് ഈ തലേ ദിവസം തന്നെ അവര് പ്ലാൻ ചെയ്യാം. നാളെ ഞാൻ മോർണിംഗ് എണീറ്റ് എന്ത് ഫുഡ് വെക്കും. ഇപ്പൊ പ്ലാനോട് കൂടി ഇല്ലെങ്കിൽ ഒരു വീട്ടമ്മ രാവിലെ എണീക്കാണ്, അയ്യോ രാവിലെ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അയ്യോ ഭർത്താവിന് പോവാനായി, അല്ല പിള്ളേർക്ക് പോവാനായി, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടലയും പുട്ടും ആ ടൈം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് തലേ ദിവസം കടല എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വേണം. അപ്പൊ ഓൾറെഡി നമ്മളവിടെ പ്ലാനിങ്ങാ വന്നിരിക്കുന്നത്. കടല എടുത്ത് വെള്ളത്തിലിട്ടിട്ട് നമ്മള് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ആ കടല എടുത്തിട്ട് ഇത് കഴുകി കുക്കറിലോട്ട് ഇടുമ്പോ നമുക്ക് വളരെ ഒന്നും കൂടി ടൈമും കിട്ടും, നമുക്ക് ടെൻഷനും ഇല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആവും. അവിടെ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത് തലേദിവസം പ്ലാനിങ് ആണ്. ഇത് കടലയൊന്നും ഇട്ടിട്ടില്ല, ഇന്ന് പുട്ടാണോ എന്താ വെക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എന്താ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ ആയി പോവല്ലേ നമ്മള്. അപ്പൊ പ്ലാനിങ് മസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മന്ത്ലി എന്നുള്ളത് നമ്മൾ വീക്കിലോട്ടാക്കി, വീക്കിലി ഡേയ്സിലോട്ടാക്കി. അപ്പൊ ഒരു കാര്യം നടന്നു, നമ്മുടെ ലൈഫ് പ്ലാനിങ് കൊണ്ട് കൂടെ പോവാം. നമ്മൾ അതൊന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എക്സാമ്പിൾസ് പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ട് മാത്രം എന്നല്ല, എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്യാം. ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഏത് വർക്കാണെങ്കിലും ചെയ്യേണ്ട സമയങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത് തീർക്കുക. ജോലിക്ക് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനോട് കൂടി പോവുക. തിരികെ വരിക. അങ്ങനെ സ്ട്രെസ് നമുക്ക് ഒത്തിരി റിലീഫ് ആവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി നമ്മള് ഏഹ് ഇപ്പം നമ്മള് പ്ലാനിങ് ചെയ്തു വെച്ചു. ഇനി അടുത്ത നമ്മുടെ ലൈഫിലോട്ട് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉറക്കം പ്രോപ്പറായിട്ട് നമ്മൾ പറയും 6 to 8 അവേഴ്സ് നമ്മൾ ഉറങ്ങണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാനിങ് ഉണ്ടാക്കി വെക്കാം. നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത് ഇത്രയും ടൈമിന്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങും, ഞാൻ ഇത്രയും ടൈമിന്റെ ഉള്ളിൽ എണീക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെ ഉറക്കം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളെ പകുതി എന്നല്ല, നമ്മളൊരു 80% നമ്മുടെ ശരീരം നല്ലപോലെ വർക്ക് ചെയ്യും, ബ്രെയിൻ നല്ല വർക്ക് ചെയ്യും. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളത് രക്ഷിക്കും. പിന്നെ അതുപോലെ അടുത്ത നമ്മള് റീസെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, മന്ത്ലി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു മന്ത്ലിയോ അല്ലെങ്കിൽ വീക്കിലിയോ, വീക്കിലി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ പറയുന്നത് വീക്കെൻഡിലൊക്കെ നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരോ, നമ്മൾ എന്തായാലും അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്കും വീക്കിലി അങ്ങനെ ജോലികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുക. അതുപോലെ വീട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളെ ആദ്യം നമ്മളെ
ആദ്യം നമ്മൾ ബെഡ്റൂമിന്ന് തുടങ്ങാം. ബെഡ്റൂം ആദ്യം നമ്മൾ നോക്കുക. വീക്കിലി ആണെങ്കിൽ എല്ലാ വീക്കിലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. മന്ത്ലി നമുക്ക് അത്രയും ഇങ്ങനെ എന്താ പറയാ കുനിഞ്ഞു കൂടിയിട്ടുള്ള പണികളോ ജോലികളോ ജോലിഭാരമൊക്കെ ഒത്തിരി കുറയും. ബെഡ്ഷീറ്റ് മാറ്റുക, പില്ലോ കവർ മാറ്റുക, അതുപോലെ തന്നെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി ഇടുക, എല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആൺകുട്ടികൾക്ക് മേക്കപ്പ് കിറ്റ്സ് ഒക്കെ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സിന്റെ നമ്മുടെ ഷെൽഫൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ റൂമിന്റെ ഒരു കാര്യം. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ, നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരാൻ, റൂമിലോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇപ്പൊ സ്മെല്ലായിക്കോട്ടെ, ഓരോ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, പില്ലോസ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാനോ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് പുതിയൊരു കാര്യം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റൂമിൽ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ബാത്റൂം നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും ഇതല്ലാണ്ട് നമ്മൾ ബാത്റൂമിൽ സോപ്പോ അല്ലെങ്കിൽ ഷവർ ജെല്ല്, ഈ കണ്ടീഷണർ, എന്തെങ്കിലും കഴിഞ്ഞ ബോട്ടിൽസ്, അതിന്റെ കവേഴ്സ് എല്ലാം ബാത്റൂമിൽ തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു യൂസ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പൊ മൈൻഡിനെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി കളയുന്നത്. അപ്പൊ മൈൻഡിനെ ഇല്ലാണ്ടാക്കി കളയുന്ന മുന്നേ നമ്മൾ ഇതങ്ങ് ഒഴിവാക്കി കളയും. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ബാത്റൂം എല്ലാം എല്ലാം ഒന്ന് ക്ലീൻ ആക്കി നല്ല വൃത്തിയിലാക്കുമ്പോ നമുക്ക് വീണ്ടും ഒരു സമാധാനം, ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ബാത്റൂമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ നമ്മൾ വീട്ടിൽ മൊത്തം ഇപ്പൊ നമ്മൾ ഈ വീട്ടമ്മമാരോട് പ്രത്യേകിച്ച് പറയില്ല, നമ്മള് കിച്ചണ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഫാമിലിയുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് നമ്മൾ കിച്ചൺ ആണെന്നാണല്ലേ. അപ്പൊ കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് സ്റ്റോവ് ഇന്ന കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആക്കി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഡെയിലി ക്ലീൻ ആക്കി, ക്ലീൻ ആക്കി എത്രയോ കുറയും, പിറ്റേ ദിവസം ക്ലീൻ ആക്കിയപ്പോൾ കുറയും. പിന്നെ അതുപോലെ തന്നെ വീക്കിലി നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും കിച്ചണിലോട്ട് ചെല്ലുക, നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യവും കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ആവും. നമുക്ക് അയ്യോ, ചില വീട്ടമ്മമാരൊക്കെ പറയും എനിക്ക് വീട്ടിൽ ജോലി ചെയ്ത് മടുത്തു. അത് ഭാരം നമ്മളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഭാരം കൂടെ കുറക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക, വീടെല്ലാം ക്ലീൻ ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതേപോലെ നോട്ട് ചെയ്യുക. ഞാൻ ഇന്ന ദിവസം നമ്മൾ വീട് പ്ലാനിങ്ങിലാട്ടോ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നാ ഞാൻ ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നാ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മുഷിഞ്ഞ ഡ്രസ്സുകളും കാര്യങ്ങളും നമ്മളിങ്ങനെ ഈ ആങ്കറിൽ അല്ലാന്നുണ്ടെങ്കിൽ ഷെൽഫിലൊക്കെ തൂക്കിയിടുക, ഷെൽഫ് അലങ്കോലപ്പെടുത്തിയിരിക്കുക. പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഈ മേക്കപ്പ് കിറ്റ്സിലൊക്കെ വേണ്ടതും വേണ്ടാത്തതും യൂസ് ചെയ്തതിന്റെ കവറും പാക്കറ്റുകളും ഒക്കെ ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കും. അതൊക്കെ അങ്ങ് കളയാ, ഡീപ് ക്ലീൻ ചെയ്യുക. നമ്മളങ്ങ് റീഫ്രഷ് ആവാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിനെ അങ്ങ് ഇതാക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, എന്തോ നമുക്ക് ഇൻട്രസ്റ്റ്, ആ കാര്യമൊക്കെ നമ്മൾ പ്ലാനിങ്ങിൽ വേണം. നമുക്കിപ്പോ അതായത് വീക്കിലി നമ്മള് ഷോപ്പിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഉദ്ദേശിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് വല്ലപ്പോഴും നമ്മൾ, പക്ഷെ അത് ഓവർ ആവരുത്. ഓവർ ആവുമ്പോ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമ്മളൊരു മണി പ്ലാനിങ് കൂടി അങ്ങ് ഇല്ലാണ്ടാക്കി കളയാണല്ലേ. പിന്നെ എന്റെ അടുത്തൊരു ടോപ്പിക്കാണ് ട്ടോ, അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് മീൻസ് അല്ല, അടുത്ത എന്റെ പോയിന്റ് ആണ്. നമ്മള് മണി പ്ലാനിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ എല്ലാവർക്കും കോമൺലി എല്ലാവരും ചെയ്തു തരുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒന്നും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ മണി പ്ലാനിങ് അതും നമ്മൾ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യാനുണ്ട്, ഇത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളത് ഡേയ്സ് നിന്ന് നമ്മൾ വീക്കിലോട്ടാക്കുക, വീക്കിൽ നിന്ന് നമ്മൾ മന്ത്, ഇത് മന്ത് എൻഡ് നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോ നമുക്ക് ഏകദേശം ഒരു മണി പ്ലാനിങ്, അല്ലെങ്കിൽ അടുത്ത മന്ത് എത്രത്തോളം നമുക്ക് ചെലവാക്കേണ്ടി വരും, എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്തത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ലൈഫിൽ പൈസ വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലും മണി പ്ലാനിങ്ങിന്റെ കാര്യത്തിലും നമ്മളൊരു ഇതായി. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം എന്താ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ആഹ് ഈ നമ്മള് ഹെൽത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഈ ഒരു ദിവസം ഇന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നോ, അത് ഇപ്പം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, ആ അസുഖം കാരണം ഞാൻ ഡോക്ടറെ കാണിച്ചു,
അത്. പിന്നെ അതുകൊണ്ട് എനിക്ക് വേറെന്തെങ്കിലും മെഡിസിൻ കഴിക്കേണ്ട വന്നോ? നമ്മള് ഹെൽത്തിന് ഒരു പ്ലാനിങ് കൊടുക്കണം ട്ടോ. അപ്പൊ ഇല്ല. അപ്പൊ പിന്നെ ആ വീക്കിലി നോക്കാം നമ്മൾ. ഡേയ്സിന് നമ്മൾ വീക്കിലോട്ട് എടുക്കുക. ഈ വീക്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നോ? ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട വന്നോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മളെ മാത്രമല്ല ട്ടോ പ്ലാനിങ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി മൊത്തം നമുക്ക് ചെയ്യാം. ഇപ്പൊ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ ആരാണോ ഈ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ പ്ലാനിങ്ങും നല്ലതാണ്. നമ്മള് ഒരു ഫാമിലി ഒക്കെ ആയിട്ട് അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അച്ഛനും അമ്മനെയൊക്കെ നോക്കുന്ന ഒരു വ്യക്തി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരും ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം പൈസയായി, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്തിന് എന്തായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ ഇനി ഇപ്പൊ പനിയൊക്കെ ആണെങ്കിൽ അടുത്ത പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്ലാനിങ്ങിലൂടെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പൊ നമ്മള് ഒരു മന്ത് നമ്മൾ എത്രത്തോളം ഹോസ്പിറ്റലിൽ കാണിച്ചു പോയി, എത്രത്തോളം നമ്മള് എന്താ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് എത്രത്തോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പിന്നെ അടുത്ത നമ്മൾ ഡയറ്റ് പ്ലാനിങ്. ഡയറ്റ് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഡയറ്റ് പ്ലാനിങ്ങിലൂടെ പോകുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ ഡയറ്റ് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മന്തും നമ്മളൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്യും. നമ്മള് ഈ മന്ത് ഞാൻ വെയിറ്റ് കൂടും. ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞവര് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മള് BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രത്തോളം വെയിറ്റ് ആയിരിക്കും വേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുന്നവരുണ്ടാവും. അപ്പൊ എന്റെ വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ എന്റെ വെയിറ്റ് കൂടും. മന്ത്ലി നമ്മൾ വെയിറ്റിന് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു നല്ല ടിപ്സാ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ മെന്റൽ ഹെൽത്ത്. ഞാൻ ഓൾറെഡി മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ലോങ് വീഡിയോ ആണ്, 1 ഹവറിലും കൂടുതൽ വീഡിയോ ആണ്. പക്ഷെ അത് ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ പറ്റും എന്ന് അതുകൊണ്ടാണ് അത്രയും ലോങ് ആയിപ്പോയത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എത്രത്തോളം നമ്മളത് മെന്റൽ ഹെൽത്തിനും കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഹെൽത്തിനെ നോക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഹെൽത്ത് പ്ലാനിങ്ങിന്റെ ആ ഒരു ഇതിലും കൂടെ വരുന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമ്മൾ ഫിസിക്കലി നമ്മൾ യോഗ വർക്കൗട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ എത്രത്തോളം നടക്കാൻ പറ്റി, ഇന്ന് എത്രത്തോളം ഞാൻ വർക്ക് ചെയ്തു, എത്രത്തോളം റണ്ണിങ് ചെയ്തു, ഇതെല്ലാം നമ്മളൊന്ന് കാൽക്കുലേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു രാത്രി കിടക്കാൻ നേരത്ത് ഇന്നത്തെ ദിവസം എനിക്കിത് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വന്നിരിക്കില്ലേ. സന്തോഷങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, എന്തോ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ വന്നിരിക്കും. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും, അറിഞ്ഞോ അറിയാണ്ടൊന്നും. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതെല്ലാം ഇതാക്കുക, നമ്മളെ എറേസ് ചെയ്യുക, നമ്മളെ കുറവുകളെ നമ്മൾ എറേസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരുത്താൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ സാഹചര്യങ്ങൾ വന്നു പോകുന്ന തെറ്റുകൾ ഇനി അടുത്തത് ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ അതും കൂടാണ്ട് തന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് വെക്കുക. ഞാൻ ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷനും പിന്നെ TV അഡിക്ഷൻ, TV ഒക്കെ ഇപ്പൊ കുറവാണ്. മൊബൈൽ ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മളൊന്ന് കുറച്ചിട്ട് ഇന്ന് ഈ ദിവസം ഇപ്പൊ ഇവര് മാത്രമൊന്നും അല്ല കേട്ടോ, ഓൾമോസ്റ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ലൈഫിൽ നമ്മൾ സമയം കണ്ടെത്താൻ നോക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇതാണ്. ഇപ്പൊ മോശ സമയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തിയോ എന്ന് നമ്മൾ ആ നോട്ട്ബുക്കിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യുക. ഓവറോൾ നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യുക. ഞാൻ അല്ലെങ്കിൽ ഈ ഒരു ഡേയ്സ് അല്ലെങ്കിൽ ഒരു വീക്ക് ഈ ഒരു മന്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ടൈം ഞാൻ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല, ഇനി ഞാനത് ചെയ്യത്തില്ല. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല കാര്യത്തിനാണെങ്കിൽ ഇന്നൊരു നല്ല കാര്യം ചെയ്താൽ നമുക്ക് നാളെയും അത് നല്ല കാര്യം ചെയ്യാമെന്ന് തോന്നും, അല്ലെങ്കിൽ നല്ല കാര്യത്തിലോട്ട് നമ്മൾ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പോയിന്റുകൾ, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്താൽ തന്നെ നമ്മൾ നമ്മളെ ലൈഫിൽ നമ്മൾ എന്താ പറയാ
നമ്മളൊരു ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മൾ ലൈഫിനെ നമ്മൾ റീസെറ്റ് ചെയ്ത് റിക്കവർ ചെയ്ത് നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി കൊണ്ടുവരും. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയാവും. നമ്മളെ ലൈഫിനെ നമ്മൾ മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വിചാരിക്കുന്നില്ല, അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഏം, ഈ ഇത്രയും പോയിന്റുകൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്നൊരു വലിയൊരു, എന്താ പറയാ, വലിയൊരു ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മൾ മാറാൻ തീരുമാനിച്ചു എന്നൊരു കാര്യം കൂടാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ വീഡിയോ എന്താ പറയാ യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് എന്താ ഹെൽപ്പ് ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഹെൽപ്പ് ആവുന്നവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനൊരു ന്യൂ യൂട്യൂബറും കൂടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ ഫോളോവേഴ്സിനും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.